സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുറിശി പഞ്ചായത്തിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും ഒഴുകി വരുന്ന പുഴയിൽ ചേലക്ക എന്ന സ്ഥലത്ത് 13 വർഷത്തോളമായി മുൻ MLA അന്തരിച്ചുപോയ വിജയദാസ് ഫണ്ട് കൊടുത്ത് പണിത ഒരു തടയണ ഒരു ഉപകാരവുമില്ലാതെ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ തടയണ. ഇപ്പോൾ കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് 8/3/2026 വൈകുന്നേരം ഈ തടയണക്ക് ഷട്ടർ ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ കാസിം കോലാനി, വാർഡ് മെമ്പർ അബ്ദുള്ള തങ്കയത്തിൽ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവർത്തിച്ച് പറയുകയുണ്ടായി, ഇവിടേക്ക് ജനങ്ങൾക്ക് വരാനുള്ള വഴിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇത് ഒരു ടൂറിസ്റ്റ് പോയിന്റ് ആക്കുന്നതിലും പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചു വരികയാണ്. ഈ ഒരു തടയണ കൊണ്ട് കാരാകുറിശി പഞ്ചായത്തിലെ ചുരുങ്ങിയത് 4 വാർഡിലെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും. അവരുടെ കിണറുകളുടെ വെള്ളം താഴ്ന്നു പോകാതിരിക്കാൻ സഹായകമാവും. ഇനി നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക് നോക്കാം. കാരാകുറിശി ഗ്രാമപഞ്ചായത്തിലെ ചൂരോട് പുഴ ചേലക്കൽ ഭാഗത്തെ ഈ ചെറുകിട തടയണയുടെ ഷട്ടർ ഇടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഏകദേശം 13 വർഷത്തോളം കാലം ഇത് അനാഥമായി കിടക്കുകയായിരുന്നു. ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടയണയാണ്. ഇതിൻ്റെ 4 ഷട്ടറുകൾ ദ്രവിച്ചു പോയിട്ട് ഇന്നേവരെ നേരാക്കാൻ, അത് അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ ബോർഡ് വന്നതിന് ശേഷം ആദ്യമെടുത്ത തീരുമാനപ്രകാരം ഈ 2 തടയണകൾ, കുണ്ടുകണ്ടത്തെയും ഈ ചേലക്കൽ ഇവിടുത്തെയും തടയണകൾ നേരാക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ ഈ 4 തടയണയുടെ 4 ഷട്ടറുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപിച്ചതിലൂടെ ഇവിടെ അരപ്പാറത്തെയും കോളപ്പാകത്തെയും മുണ്ടമ്പോക്കും പള്ളിക്കുറുപ്പ് പ്രദേശത്തിലെ 100 കണക്കിന് വീടുകൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ കറുത്ത വേനൽ വരാൻ പോവുകയാണ്. ഈ വേനലിൽ നമ്മുടെ പ്രദേശങ്ങളിലുള്ള ജലക്ഷാമത്തിന് ഒരു പരിഹാരമാവും ഇത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രിയപ്പെട്ട കാസിം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പ്രിയപ്പെട്ട അരപ്പാറ വാർഡ് മെമ്പർ അബ്ദുള്ളക്ക എല്ലാവരുമുണ്ട്. ഇനി തൊട്ട ദിവസം തന്നെ നമ്മുടെ കുണ്ടുകണ്ടത്തെ ഈ തടയണയുടെ ഷട്ടർ നിർമ്മാണവും പൂർത്തീകരിക്കും. ഇവിടെ എല്ലാവർക്കും എല്ലാ പ്രദേശങ്ങളിലും വെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തടയണയുടെ ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കിളിരാന്, പത്തുകുടി, അതുപോലെ അരപ്പാറ ഭാഗങ്ങൾ, പള്ളിക്കുറുപ്പിലെ മുണ്ടമ്പോക്ക്, കോളപ്പാകം പ്രദേശങ്ങൾ തൊട്ട് ഒരു 4 വാർഡുകളിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. കിണറുകളിലെ വെള്ള ലഭ്യത അത് വർദ്ധിക്കുകയും ഇവിടെ നീരുറവുകൾ ഇത് പുനഃസ്ഥാപിക്കാനും ഇതോടുകൂടെ കഴിയും. ഏകദേശം 1000-ൽ പരം വീടുകൾക്ക് ഈ ഷട്ടർ ഇടുന്നതോടുകൂടെ നമുക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, ഇത് പഞ്ചായത്ത് ഇത് ഇത്രയും കാലം 10 വർഷമായിട്ട് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയിൽ ആരപ്പെടുത്തിയത്? ഇത് ഗ്രാമസഭകൾ, നമ്മൾ ആദ്യത്തെ പദ്ധതി ഈ 2026-27 വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടിയിരുന്നു. ആ ഗ്രാമസഭകളിലെ മുണ്ടമ്പോക്ക്, കോളപ്പാകം പ്രദേശങ്ങളിലെയും കിളിരാനി, അരപ്പാറ പ്രദേശങ്ങളിലെയും ഗ്രാമസഭയിൽ വന്ന ഒരു അഭിപ്രായമാണ് ഇതിൽ ഷട്ടർ ഇടണം എന്നുള്ളത്. ഉടൻ തന്നെ അതിൽ നമ്മൾ ഒന്നിനും കാത്തു നിൽക്കാതെ, ഒരു പദ്ധതി നിർവഹണത്തിൻ്റെ പൈസ പോലും കാത്തു നിൽക്കാതെ ഓൺ ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തി ഇതിൽ ഷട്ടർ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കുണ്ടുകണ്ടം ഭാഗത്ത് അമ്പലത്തിൻ്റെ അവിടെ തടയണുണ്ട്. ആ തടയണക്കൂടി തൊട്ട ദിവസം ഷട്ടറുകൾ സ്ഥാപിക്കും. തടയണകൾ നിർമ്മിച്ചത് ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം എനിക്ക് തോന്നുന്നു 50 ലക്ഷം രൂപയോളം ചിലവ്
63 ലക്ഷം രൂപയോളം അന്നത്തെ കാലത്ത് ചെലവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഒരു എമൗണ്ട് ചെലവഴിച്ച് ഈ ചൂരോട് പുഴയിൽ ഒരു തടയണ നിർമ്മിച്ച് അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പരാജയമാണ് അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ ചൂരോട് പുഴയിലെ കുറുകെ 2 തടയങ്ങളുണ്ടാക്കി അത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താത്ത ഈ 10 വർഷമായി ഇത് കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു മാറ്റം വരുത്തണം എന്ന് ഞങ്ങൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഈ വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അടിയന്തര പ്രാധാന്യത്തോടുകൂടെ ഈ ഷട്ടറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ പള്ളിക്കുറുപ്പ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ ഇറങ്ങി വരാനും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമ്മുടെ കിളിരാനി പത്തുകൂടി അതുമാതിരി ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കൊക്കെ വേനൽക്കാലത്ത് കുളിക്കാനുള്ള സൗകര്യം ചെയ്യാനുള്ള വഴിയുടെ സൗകര്യം കൂടി ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഇതിലേക്ക് 2 ഭാഗത്തു നിന്നും, ഒന്ന് അപ്പുറത്തുനിന്ന് കിളിരാനി ഭാഗത്തുനിന്ന്, ഇപ്പുറത്തുനിന്ന് കൊളപ്പാ മുണ്ടമ്പോക്ക് ഭാഗത്ത്, ഈ 2 ഭാഗത്തു നിന്നും ഇവിടേക്ക് വരാനുള്ള ഒരു വഴി എൻട്രി ഒന്ന് കൃത്യമായി നോക്കി അതിൻ്റെ ആളുകൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലൊരു വഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ചൂരോട് പുഴയുടെ ഈ ചേലക്കൽ തടയണയും നമ്മുടെ കുണ്ടുകണ്ടത്തെ തടയണയും, ഈ 2 തടയണയിൽ വെള്ളം കെട്ടി നിർത്തി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അത് മറ്റു ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റു MLA MP-യുടെയൊക്കെ ഫണ്ടുകളെ ആശ്രയിച്ച് അതിനെ ഒരു വലിയ നവീകരണ പ്രവർത്തനം തന്നെ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതാ പഠനവും കാര്യങ്ങളും തൊട്ട ദിവസങ്ങളിൽ ആരംഭിക്കും. ഇവിടെ കാരാവശ്ശി പഞ്ചായത്തിൽ ഈ വർഷം ഒരു 3 ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതിയുടെ പ്രധാനപ്പെട്ടത്. അതിൽ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്.